നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിൽ ഇന്നലെ രാത്രി 9:40 അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കാവാലത്ത് നടക്കും. ഇന്ന് രാവിലെ മുതൽ തൃക്കണ്ണാപുരത്തെ നാടക കളരിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്തെ വസതിയായ ഹരിശ്രീയിലായിരുന്നു നാടകാചാര്യനും കവിയും നാടക സംവിധായകനുമായ കാവാലം നാരായണ പണിക്കരുടെ അന്ത്യം. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ അർബുദവും ഉണ്ടായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി 9:45 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു. പിന്നണി ഗായകനായ കാവാലം ശ്രീകുമാർ, പരേതനായ ഹരികൃഷ്ണൻ എന്നിവർ മക്കളാണ്. ശാരദാമണിയാണ് ഭാര്യ. മൃതദേഹം വീട്ടിന് സമീപത്തെ നാടക കളരിയിൽ പൊതുദർശനത്തിന് വെച്ചു. കാവാലത്തിന്റെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നാടകപ്രവർത്തകരും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളുമടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. ചൊവ്വാഴ്ച മൃതദേഹം ജന്മനാടായ കാവാലത്തേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4:30 സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാവാലം നാരായണ പണിക്കർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് പ്രമുഖരടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, എപ്പോഴായിരിക്കും പൊതുദർശന ചടങ്ങുകൾ ആരംഭിക്കുക? ഒപ്പം നിരവധി പ്രമുഖരാണോ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും പഞ്ചു, കാവാലത്തിന്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്തെ വസതിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ വീടിന് അടുത്തുള്ള സോപാനം നാടക കളരിയിലാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം നാടക കളരിയിലേക്ക് മാറ്റുകയും പൊതുദർശനം അവിടെ ആരംഭിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി അടക്കമുള്ള ഒട്ടേറെ പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി ഇങ്ങോട്ട് എത്തിച്ചേരുക. നിയമസഭ നടക്കുന്ന സമയം കൂടെ ആയതിനാൽ എല്ലാ ജനപ്രതിനിധികളും തലസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും. അതിനാലാണ് നാടക കളരിയിലേക്ക് കൂടുതൽ സൗകര്യം കണക്കിലെടുത്താണ് പൊതുദർശനം അങ്ങോട്ട് മാറ്റിയത്. ഇന്ന് മുഴുവൻ സമയവും പൊതുദർശനം അവിടെ തന്നെ ആയിരിക്കും എന്ന രീതിയിലുള്ള വിവരമാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പിന്നീട് സംസ്കാരത്തിനായി കുട്ടനാട് അദ്ദേഹത്തിന്റെ ജന്മഗൃഹമായ കാവാലത്തേക്ക് പിന്നീടായിരിക്കും കൊണ്ടുപോവുക. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ മാത്രമായിരിക്കും മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോവുക. എന്തായാലും ആദ്യ രാവിലെ മുതൽ തന്നെ കാവാലത്തിനെ അവസാനമായ ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഒട്ടേറെ പ്രമുഖരടക്കമുള്ള ഒട്ടേറെ പേരായിരിക്കും തൃക്കണ്ണാപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചേരുക എന്ന് തന്നെയാണ് കരുതാനാവുക. എന്തായാലും പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാവാലം നാരായണ പണിക്കർ ഓർമ്മയായി. നഷ്ടമായത് മലയാള നാടക പ്രസ്ഥാനത്തിന്റെ കുലപതി. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. ആലോലുല ചേലുല പാലുല കിഴക്കു നേരെ മലക്കുമേലെ. തിരശ്ശീലയ്ക്ക് പിന്നിലെ കളിയരങ്ങുകൾക്ക് വെളിച്ചമങ്ങിയ കാലം. യാന്ത്രികമായ നിഴലാട്ടങ്ങൾ ആസ്വാദക ചിത്തങ്ങളിൽ കരിന്തിരി കത്തിച്ച് പാവക്കൂത്താടിയ ആ ശൂന്യസ്ഥലിയിലേക്കായിരുന്നു യാഥാർത്ഥ്യബോധത്തിന്റെ രംഗാവിഷ്കാരങ്ങളുമായി കാവാലം നാരായണ പണിക്കർ കടന്നുവന്നത്. നമ്മുടെ തനത് നാടൻ കലകളുടെ നാടകീയ അന്തർധാരകളെ ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ശിലകളുമായി വിളക്കിച്ചേർത്ത കാവാലം മലയാളികളുടെ സാമ്പ്രദായികമായ രംഗകലാ സങ്കല്പങ്ങളെ തന്നെ പൊളിച്ചടുക്കി. അവനവൻ കടമ്പിയും കരിങ്കുട്ടിയും തിരുവാഴിത്താനുമെല്ലാം ആ പരിവർത്തന ദശയുടെ പ്രതിബിംബങ്ങളായി. പൂർണ്ണമായും തൻ്റേതെന്ന് അവകാശപ്പെടാവുന്ന സൃഷ്ടികൾ മാത്രമല്ല, ഇതിഹാസങ്ങളെയും യവന കഥകളെയുമെല്ലാം കാവാലം തൻ്റെ കൽപ്പനയുടെ പണിപ്പുരയിൽ ശില്പഭദ്രതയോടെ ഉടച്ചുവാർത്തു. സംസ്കൃത നാടകങ്ങൾക്ക് കേരളത്തിൽ സ്വന്തമായൊരു വേദിയൊരുക്കിയ അദ്ദേഹം അവയെ വിശ്വനാടകവേദിയുടെ ദൃശ്യസമ്പന്നതയിലേക്ക് ആനയിച്ചു.
നാടകങ്ങൾക്കപ്പുറം കവിതയിലും തൻ്റെ സ്വത്വബോധം തീർത്തയാളായിരുന്നു കാവാലം. കുട്ടനാടൻ കാർഷിക സംസ്കാരത്തിൻ്റെ താളവും തുടിയുമെല്ലാം ആ കവിതകളിൽ നിറഞ്ഞു നിന്നു. അരങ്ങു നിറഞ്ഞാടിയ കഥാഖ്യാനങ്ങളുടെ അണിയറയിലെ ആചാര്യൻ അരങ്ങൊഴിഞ്ഞുപോയി. തിരശ്ശീലയ്ക്ക് പിന്നിൽ കളിയരങ്ങുകൾക്ക് ഒരിക്കൽ കൂടി വെളിച്ചം മങ്ങുന്നു. പഴുപ്പും കൊഴുപ്പും മുഴുപ്പും കൾച്ചറൽ ഡെസ്ക്. ആലോലുല ചേലുല പാലുല കിഴക്കു നേരെ മലക്കുമേലേ. പുരോഗമന നവോത്ഥാന ചിന്തകളെ മനുഷ്യത്വത്തിന്റെ വംശഭൂമികയിൽ തീർത്ത വേറിട്ട അവതരണ ശൈലിയായിരുന്നു കാവാലത്തിൻ്റേത്. സംസ്കൃത നാട്യശൈലികളെ കൈരളിയുടെ സ്വന്തം ശൈലിയിലേക്ക് ഉടച്ചുവാർത്ത നാട്ടരങ്ങിലെ കെടാവിളക്കാണ് അദ്ദേഹത്തിന്റെ വേർപാടോടെ കെട്ടടങ്ങിയത്. ആലോലുല ചേലുല പാലുല കിഴക്കു നേരെ മലക്കുമേലേ. ജീവിതത്തിലെ നാട്ടരങ്ങിൽ കെടാവിളക്ക് കെട്ടുമങ്ങി. മലയാള നാടക സംസ്കാരത്തിന് നവഭാവുകത്വം നൽകി ആലപ്പുഴയിലെ കാവാലത്ത് 1928 ജനിച്ച് തിരുവനന്തപുരം പ്രധാന തട്ടകമാക്കി സ്വന്തം കലയുടെ മിനുക്കരങ്ങിലെ പ്രകാശമാക്കി ഉജ്ജ്വലിപ്പിച്ച മഹാപ്രതിഭ. പ്രധാനമായും സംസ്കൃത നാട്യഭൂമികയിലെ അടരിടങ്ങളെ കൈരളിയുടെ സ്വന്തം ശൈലിയിൽ ഉടച്ചുവാർത്ത് അരങ്ങിൽ ആവേശവും ഓളവും തീർത്തുകൊണ്ടിരുന്നു. വേറൊരു ശൈലിയിൽ മഹാകാവ്യങ്ങളെ പുൽകി മലയാള നാടകങ്ങൾക്ക് ശബ്ദങ്ങൾ കൊണ്ട് ചിലമ്പുലികൾ തീർത്തു. പുരോഗമന നവോത്ഥാന ചിന്താഗതിയും മനുഷ്യത്വത്തിന്റെ വംശഭൂമികയിൽ തീർത്ത വേറിട്ട അവതരണ രീതികളും കാവാലത്തിന്റെ മാത്രം പ്രത്യേകതകളായിരുന്നു. പുരസ്കാരങ്ങൾക്കോ വിശേഷണങ്ങൾക്കോ നിന്നുകൊടുക്കാതെ തന്റെ ഭാഗം കൃത്യമായി ആടിത്തിമിർത്ത് കാലമെന്ന പ്രഹേളികയിലേക്ക് മഹാകലാകാരൻ നടന്നു നീങ്ങിയിരിക്കുന്നു. നാടൻ കൂട്ടുകൾ ചമച്ച നാട്യവഴികളിൽ ഇനി ചായം പൂശാൻ ഓർമ്മകൾ ബാക്കിയാക്കി. നിറമിഴികളിൽ കുതിർന്ന പ്രണാമങ്ങളോടെ ന്യൂസ് ഡെസ്ക്. നാടകത്തിലും കവിതയിലും സമാനതകളില്ലാത്ത സംഭാവന നൽകിയ സാഹിത്യകാരനായിരുന്നു കാവാലം നാരായണ പണിക്കരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പരീക്ഷണോന്മുഖ നാടകങ്ങളിലൂടെ നവീനമായ ഒരു ഭാവുകത്വം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കവിതയെ കുട്ടനാടൻ നാടോടി ശീലിന്റെ ബലത്തിൽ പുതിയൊരു ഉണർവിലേക്ക് നയിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ഭാവനാപൂർണമായ പദ്ധതികളിലൂടെ സംഗീത നാടക അക്കാദമിക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനും കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പഴമയുടെയും പുതുമയുടെയും ഇടയിൽ ഒരു കണ്ണി സൃഷ്ടിച്ചെടുക്കുന്നതിനും അദ്ദേഹത്തിനായി. നാടകരംഗത്ത് സവിശേഷമായ ഒരരങ്ങ് ഒരുക്കുന്നതിലും പുതിയ തലമുറയിലെ ശ്രദ്ധേയരായ പ്രതിഭകളെ അതിലൂടെ പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്നതിലും കാവാലം കാട്ടിയ ശ്രദ്ധ മാതൃകാപരമാണ്. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന് കനത്ത നഷ്ടമാണ് കാവാലത്തിന്റെ വിയോഗം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു. തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂട്ട ആത്മഹത്യ എന്നാണ് നിഗമനം. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, എപ്പോഴായിരുന്നു സംഭവം? കൂട്ട ആത്മഹത്യ തന്നെയാണ് എന്ന നിഗമനത്തിലാണോ പോലീസ്? തിരുവനന്തപുരം തോന്നക്കലിലാണ് സംഭവം. ഒരു കുടുംബത്തിലെ 4 പേരെ ആത്മഹത്യ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പുലർച്ചെ അയൽവാസികളാണ് 4 പേരെയും മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക സൂചന. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. തോന്നക്കലിൽ ശ്രീകുമാർ, ഭാര്യ ശുഭ, മക്കളായ ഗൈക, 1 വയസ്സുകാരൻ ഡാൻ വിനായക് എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച ഗൈകയ്ക്ക് 6 വയസ്സാണ് ഉള്ളത്. ശ്രീകുമാറിന് 38 വയസ്സും ശോഭയ്ക്ക് 35 വയസ്സുമാണ് ഉള്ളത്. എന്നാൽ എന്താണ് മരണകാരണമെന്ന് സംബന്ധിച്ച് പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല. പോലീസ് ഇക്കാര്യം അന്വേഷിച്ച് വരുന്നതേയുള്ളൂ. രാത്രിക്കാണ് ആത്മഹത്യ ചെയ്തത്. കുടുംബം ആത്മഹത്യ ചെയ്തത് എന്നാണ് കരുതുന്നത്. സാമ്പത്തിക ഡെഫിസിറ്റുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും അത്തരത്തിൽ ഒരു നിഗമനത്തിലാണ് ഉള്ളത്. എന്നാൽ മറ്റ് വിവരങ്ങൾ സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് ദിനകർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന് ഉൾഫ ബോഡോ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. അന്വേഷണത്തോടുള്ള നിസ്സഹകരണവും ക്രൂരതയുടെ വ്യാപ്തിയുമാണ് അസം തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കാൻ കാരണമായിരിക്കുന്നത്.
10ാം വയസ്സിൽ നാടുവിട്ട ഇയാൾ വർഷങ്ങൾക്ക് ശേഷമാണ് പെരുമ്പാവൂരിലെത്തിയത്. ഇതിനിടെ ഇയാൾ എവിടെയായിരുന്നുവെന്നത് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ലൈംഗിക വൈകൃത സ്വഭാവക്കാരനായതിനാൽ പെട്ടെന്നുണ്ടായ വികാരം കൊലപാതകത്തിലേക്ക് വഴിവെച്ചുവെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. DNA പരിശോധനാ ഫലം ലഭിച്ച ശേഷമായിരിക്കും തെളിവെടുപ്പുണ്ടാവുകയെന്നാണ് സൂചന. അതേസമയം പോലീസ് കസ്റ്റഡിയിൽ തുടർച്ചയായി 7ാം ദിവസവും അമീറുലിനെ ചോദ്യം ചെയ്തു വരികയാണ്. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ചാണ് പ്രധാന ചർച്ച. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമാകും. അതേസമയം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. മദ്യാസക്തി വിധിച്ച മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് പ്രായോഗികമെന്ന് എഴുത്തുകാരനായ PN വിജിലാൽ വിഷദ്രാവകം തുറക്കുന്ന നരകവാതിൽ എന്ന പുസ്തകത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. പുസ്തകം SP അജിത ബീഗം പ്രകാശനം ചെയ്തു. 5 വർഷത്തെ മദ്യപാനത്തിനിടെ ഒപ്പമുള്ള കുടുംബം മാത്രമല്ല, സ്വന്തം ശരീരത്തിലെ അവയവങ്ങളും വിജിലാലിനെ വെറുത്തത് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ വൈകി തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആശുപത്രിയിലെ ICUവിൽ എത്തിയിരുന്നു. കുടുംബത്തിന്റെ തോരാക്കണ്ണീർ കണ്ടാണ് 2ാം ജന്മത്തിൽ വിജിലാൽ മദ്യത്തോട് ഗുഡ് ബൈ പറഞ്ഞത്. എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഈ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ ഇനി ജീവൻ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതിനോട് വിട പറഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിനെ എന്റെ സ്വന്തം ഒരു മദ്യപന്റെ സ്വന്തം തീരുമാനം, ആ തീരുമാനത്തിൽ ഉറച്ചതുകൊണ്ട് ഞാൻ മദ്യപാനം നടത്തി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗരസമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൽ. കാരണം ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു അക്കാഡമിക് തലത്തിൽ നിർമ്മിച്ചതാണ്. തന്റെ കുടുംബം ഇപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ഭാര്യ അനുപമ തന്റെ അനുഭവം പങ്കുവച്ചു. മരണത്തിൽ നിന്നല്ല, എല്ലാവരും വെറുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഞാൻ പോലും ഒരുപാട് സ്നേഹിച്ചിരുന്നു ഒരു കാലത്ത്. എന്നാൽ അതിനേക്കാൾ ഉപരി ഒരുപാട് വെറുക്കുകയും ചെയ്തിരുന്നു. മടിക്കെന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു സന്തുഷ്ട കുടുംബം ഞങ്ങളുടേത്. വളരെ സന്തോഷവും സമാധാനവും ഉള്ളൊരു കുടുംബം. എനിക്കൊന്നേ പറയാനുള്ളൂ, അതൊരു വൃത്തികെട്ടൊരു ശീലമാണ്. സ്വന്തം കുടുംബത്തെ മറന്ന്, സമൂഹത്തെ മറന്ന് എല്ലാവരും വെറുക്കപ്പെടുന്നവരെ, എല്ലാവരും വെറും ഒരു പേപ്പട്ടിയെ കാണുന്ന രീതിയിലാണ് സമൂഹം അവരെ കാണുന്നത്. വിഷദ്രാവകം തുറക്കുന്ന നരകവാതിലിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനം കൊല്ലം റൂറൽ SP അജിത ബീഗം നിർവഹിച്ചു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരുവോര കാഴ്ചകൾ. ജിഷ കൊലപാതകത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ ആരുടെ അക്രമത്തിനും എപ്പോൾ വേണമെങ്കിലും ഇരയായേക്കാമെന്ന അവസ്ഥയിലാണ് എറണാകുളം ഗാന്ധിനഗറിലെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടി ഉൾപ്പെടുന്ന കുടുംബം. 30 വർഷമായി കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ഇവർക്ക് അടച്ചുറപ്പില്ലാത്ത വീടില്ലാത്തതാണ് ആശങ്കയ്ക്ക് കാരണം. മേൽക്കൂരയിലെ ചോർച്ചയേക്കാൾ തൊട്ടരികിലെ പേരണ്ടൂർ കനാലിൽ നിന്നുമുള്ള അഴുക്കുവെള്ളമാണ് മഴക്കാലത്ത് എറണാകുളം ഗാന്ധിനഗർ കരിത്തല കോളനിയിലെ ഈ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. 63-കാരൻ കണ്ണനും ഭാര്യ 58-കാരി ഫിലോമിനയ്ക്കുമൊപ്പം 23-കാരിയായ മകൾ ജ്യോതിയും ഇവിടെയാണ് താമസം. കനാൽ പുറമ്പോക്കിലെ ഈ വീട്ടിലേക്കുള്ള വഴി റെയിൽവേ മതിൽ കെട്ടി അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ വഴിക്കൊപ്പം റെയിൽവേയിൽ നിന്ന് ലഭ്യമായിരുന്ന കുടിവെള്ളവും ഇവർക്ക് അന്യമാകുന്നു. ശ്വാസം മുട്ട് രോഗമുള്ള കണ്ണന് ചെരുപ്പ് കുത്തി കിട്ടുന്നതുകൊണ്ട് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതായതോടെ അവിവാഹിതയായ മകൾ ജ്യോതി വീട്ടുവേലയ്ക്ക് പോയാണ് ഈ കുടുംബം പട്ടിണിയകറ്റുന്നത്. വൃക്ക സംബന്ധമായ അസുഖത്താൽ ബുദ്ധിമുട്ടുന്ന ഫിലോമിനെ അടക്കമുള്ളവർക്ക് ഈ പാലം കടക്കണം പുറത്തിറങ്ങാൻ. ഒരു കെട്ടിക്കാറായ മോളുണ്ട്, അതിനെങ്ങോട്ട് വല്ല വീടുകളിലും പോയി കിടക്കണത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ലാത്തതാണ്. ആശുപത്രിയിൽ പോലും ഈ വെള്ളം കയറി ഞങ്ങൾ പോകാൻ പറ്റിയല്ല. ചിലപ്പോൾ എൻ്റെ കൊച്ചി എന്നെ എടുത്തുണ്ടൊക്കെയാണ് പോണത്. വീട് വെക്കാൻ സഹായത്തിനായി മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിക്ക് 4 തവണ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. ഇവരെ സഹായിക്കാൻ സുമനസ്സുള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ കലൂർ ശാഖയിലെ ഈ അക്കൗണ്ട് നമ്പറോ 9037325516 എന്ന മൊബൈൽ നമ്പറോ ഉപയോഗിക്കാം. വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയുമായി സുരക്ഷിതമല്ലാത്ത വീട്ടിൽ ആധിയോടെയാണ് ഇവർ കഴിയുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ പരിഹരിക്കാൻ സർക്കാരിന്റെ ഉദാത്തമായ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കൊച്ചിയിൽ നിന്ന് അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. പിടിച്ചുപറി നടത്തിയതിന് 2 സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ കേസെടുത്തു. ചോറ്റാനിക്കര സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ എറണാകുളം ഹിൽ പാലസ് പോലീസാണ്
അനീഷ്, രാജേഷ് എന്നിവർക്കെതിരെ കേസെടുത്തത്. സുഹൃത്തിനൊപ്പം ഹിൽ പാലസ് മ്യൂസിയത്തിലെത്തിയ വിദ്യാർത്ഥിനികൾക്കെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നാണ് പരാതി. പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർ ഒളിവിലാണ്. 4 ദിവസം മുൻപാണ് സംഭവം. ചോറ്റാനിക്കര സ്വദേശിനിയായ വിദ്യാർത്ഥിനി സുഹൃത്തിനൊപ്പം ഹിൽ പാലസ് മ്യൂസിയത്തിലെത്തിയതായിരുന്നു. ഈ സമയം അവിടെ ഡെപ്യൂട്ടേഷനിൽ ഡ്യൂട്ടിയിലായിരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ്, അനീഷ് എന്നിവർ വിദ്യാർത്ഥിനിയെയും സുഹൃത്തിനെയും ചോദ്യം ചെയ്യുകയും അനാശാസ്യത്തിന് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസെടുക്കാതിരിക്കാൻ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥിനിയുടെ കൈവശമുണ്ടായിരുന്ന ATM കാർഡിൽ നിന്ന് 3000-ഓളം രൂപ പിൻവലിപ്പിച്ച് വാങ്ങിയതായും പരാതിയിൽ പറയുന്നു. ഫീസ് അടയ്ക്കാൻ പെൺകുട്ടിക്ക് അച്ഛൻ കൊടുത്തുവിട്ട തുകയാണ് ATM കാർഡിൽ നിന്നും പിൻവലിപ്പിച്ചത്. തുക നഷ്ടപ്പെട്ട ദുഃഖത്തിൽ പെൺകുട്ടി വീട്ടിൽ പോയില്ല. ഇതേ തുടർന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിനിടെ സുഹൃത്തിന്റെ ബന്ധുവീട്ടിൽ പെൺകുട്ടിയുണ്ടെന്ന വിവരം ലഭിച്ചു. പിന്നീട് പിറവം CI പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. പോലീസ് പിടിച്ചുപറിച്ചുവെന്ന പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് എറണാകുളം റൂറൽ SP-യുടെ നിർദ്ദേശപ്രകാരം കേസ് ഹിൽ പാലസ് പോലീസിന് കൈമാറി. പിടിച്ചുപറി നടത്തിയ അനീഷ്, രാജേഷ് എന്നീ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ ഹിൽ പാലസ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോയ ഇരുവരെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഹിൽ പാലസ് SI അറിയിച്ചു. KM ഉമേഷ്, കൊച്ചി.